അധ്യായം 48. മോവാബിനെ കുറിച്ചുള്ള അരുളപ്പാട്. ഇസ്രയേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നെബോവിന് അയ്യോ കഷ്ടം, അത് ശൂന്യമായിരിക്കുന്നു. കിര്യത്തീമിന് ലജ്ജ ഭവിച്ചു, അത് പിടിക്കപ്പെട്ടുപോയി. ഉയർന്ന കോട്ട ലജ്ജിച്ച് ഭ്രമിച്ചു പോയിരിക്കുന്നു. മോവാബിന്റെ വമ്പ് ഒടുങ്ങിപ്പോയി. ഹെശ്ബോനിൽ അവർ അതിന്റെ നേരെ അനർത്ഥം നിരൂപിക്കുന്നു. വരുവിൻ, അത് ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അതിനെ നശിപ്പിച്ചു കളക. മദ്മേനെ, നീയും നശിച്ചുപോകും, വാൾ നിന്നെ പിന്തുടരും. ഹോരോനയീമിൽ നിന്ന് നാശം, മഹാസംഹാരം എന്നിങ്ങനെ നിലവിളി കേൾക്കുന്നു. മോവാബ് തകർന്നിരിക്കുന്നു, അതിന്റെ കുഞ്ഞുങ്ങൾ നിലവിളി കൂട്ടുന്നു. ലൂഹീദിയിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞും കൊണ്ട് കയറിപ്പോകുന്നു. ഹോരാനായീമിലേക്കുള്ള ഇറക്കത്തിൽ സംഹാരത്തെക്കുറിച്ചുള്ള നിലവിളിയുടെ സങ്കട ശബ്ദം കേൾക്കുന്നു. ഓടിപ്പോകുവിൻ, പ്രാണനെ രക്ഷിപ്പിൻ, മരുഭൂമിയിലെ ചൂരൽ ചെടി പോലെയായിത്തീരുവിൻ. നിന്റെ കോട്ടകളിലും ഭണ്ഡാരങ്ങളിലും ആശ്രയിച്ചിരിക്കൊണ്ട് നീയും പിടിക്കപ്പെടും. കെമോശ് തന്റെ പുരോഹിതന്മാരോടും പ്രഭുക്കന്മാരോടും കൂടെ പ്രവാസത്തിലേക്ക് പോകും. കൊള്ളയിടുന്നവൻ എല്ലാ പട്ടണത്തിലും വരും, ഒരു പട്ടണവും ഒഴിഞ്ഞുപോകയില്ല. യഹോവ അരുളി ചെയ്തതുപോലെ താഴ്വര നശിച്ചുപോകും, സമഭൂമി ശൂന്യമായിത്തീരും. മോവാബ് പറന്നു പോകേണ്ടതിന് അതിന് ചിറക് കൊടുപ്പിൻ. അതിന്റെ പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെ ശൂന്യമായി പോകും. യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. രക്തം ചൊരിയാതെ വാൾ അടക്കി വയ്ക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. മോവാബ് ബാല്യം മുതൽ സ്വൈരമായി മട്ടിനു മീതെ തെളിഞ്ഞു നിന്നു. അവനെ പാത്രത്തിൽ നിന്ന് പാത്രത്തിലേക്ക് പകരുകയോ പ്രവാസത്തിലേക്ക് കൊണ്ടുപോകുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവന്റെ സ്വാദ് അവനിൽ തന്നെയിരിക്കുന്നു, അവന്റെ മണം പൊയ്പോയിട്ടുമില്ല. ആകയാൽ പകരുന്നവരെ ഞാൻ അവന്റെ അടുക്കൽ അയപ്പാനുള്ള കാലം വരുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ അവനെ പകർന്നു കളയുകയും അവന്റെ പാത്രങ്ങളെ ഒഴിച്ച് കുടങ്ങളെ ഉടച്ചു കളയുകയും ചെയ്യും. ഇസ്രായേൽ ഗൃഹം തങ്ങളുടെ ആശ്രയമായ ബേഥേലിങ്കൽ ലജ്ജിച്ചു പോയതുപോലെ മോവാബും കെമോശിങ്കൽ ലജ്ജിച്ചു പോകും. ഞങ്ങൾ വീരന്മാരും യുദ്ധസമർത്ഥന്മാരുമാകുന്നു എന്ന് നിങ്ങൾ പറയുന്നതെങ്ങനെ? മോവാബ് നശിച്ചു, അതിന്റെ പട്ടണങ്ങൾ പുകയായി പൊങ്ങിപ്പോയിരിക്കുന്നു. അവന്റെ ശ്രേഷ്ഠ യുവാക്കൾ കൊലനിലത്തേക്കിറങ്ങിച്ചെല്ലുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ എന്ന നാമമുള്ള രാജാവിന്റെ അരുളപ്പാട്. മോവാബിന് ആപത്ത് വരുവാൻ അടുത്തിരിക്കുന്നു, അവന്റെ അനർത്ഥം ഏറ്റവും ബന്ധപ്പെടുന്നു. അവന്റെ ചുറ്റുമുള്ള എല്ലാവരുമായുള്ളവരെ, അവനെക്കുറിച്ച് വിലപിപ്പിൻ. അവന്റെ പേരറിയുന്ന ഏവരുമായുള്ളവരെ, അയ്യോ, ബലമുള്ള വടി, ഭംഗിയുള്ള കോൽ എങ്ങനെ ഒടിഞ്ഞു എന്ന് പറവിൻ. ദീബോൻ നിവാസിനിയായ പുത്രി, നിന്റെ മഹത്വം വിട്ടിറങ്ങി ദാഹത്തോടെ ഇരിക്ക. മോവാബിനെ നശിപ്പിക്കുന്നവൻ നിന്റെ നേരെ വന്ന് നിന്റെ കോട്ടകളെ നശിപ്പിക്കുമല്ലോ. അരോവേർ നിവാസിനിയെ, നീ വഴിയിൽ നിന്നുകൊണ്ട് നോക്കുക. ഓടിപ്പോകുന്നവനോടും ചാടിപ്പോകുന്നവളോടും സംഭവിച്ചതെന്ത് എന്ന് ചോദിക്ക. മോവാബ് തകർന്നിരിക്കയാൽ ലജ്ജിച്ചു പോയിരിക്കുന്നു. മുറയിട്ട് നിലവിളിപ്പിൻ, മോവാബ് ശൂന്യമായിരിക്കുന്നു എന്ന് അർന്നോനിങ്കൽ അറിയിപ്പിൻ. സമഭൂമിക്ക് ന്യായവിധി വന്നിരിക്കുന്നു. ഹോലോനും യക്സക്കും മേഫാധീനും ദീബോനും നേബോവിനും ബേത്ത് ദിബ്ലാത്തയീമിനും കിരിയാത്തയീമിനും ബേത്ത് ഗാമൂലിനും ബേത്ത് മേയോനും കെരിയോത്തിനും ബൊസ്രയ്ക്കും മോവാബ് ദേശത്ത് ദൂരത്തും സമീപത്തുമുള്ള എല്ലാ പട്ടണങ്ങൾക്കും തന്നെ മോവാബിന്റെ കൊമ്പ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു, അവന്റെ ഭുജം തകർന്നുപോയിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. മോവാബ് യഹോവയുടെ നേരെ വമ്പ് കാണിക്കൊണ്ട്
അവന് മത്ത് പിടിപ്പിപ്പിൻ. മോവാബ് തന്റെ ഛർദിയിൽ കിടന്നുരുളും. അവൻ പരിഹാസ വിഷയമായി തീരും. അല്ല, ഇസ്രയേൽ നിനക്ക് പരിഹാസ വിഷയമായിരുന്നില്ലയോ? നീ അവനെക്കുറിച്ച് പറയുമ്പോഴൊക്കെയും തലകുലുക്കുവാൻ അവൻ കള്ളന്മാരുടെ കൂട്ടത്തിൽ പിടിക്കപ്പെട്ടിരുന്നുവോ? മോവാബ് നിവാസികളെ, പട്ടണങ്ങളെ വിട്ട് പാറപ്രദേശത്ത് പാർക്കുവിൻ. ഗുഹയുടെ പാർശ്വങ്ങളിൽ കൂടുവയ്ക്കുന്ന പ്രാവിനെപ്പോലെയാകുവിൻ. മോവാബ് മഹാഗർവി. അവന്റെ ഗർവത്തെയും അഹമ്മദിയെയും ഡംഭത്തെയും നിഗളത്തെയും ഉന്നതഭാവത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അവന്റെ ക്രോധം ഞാൻ അറിയുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അവന്റെ സംസാരം അസത്യം. അസത്യമായത് അവർ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മോവാബിനെ കുറിച്ച് മുറയിടും. എല്ലാ മോവാബിനെയും കുറിച്ച് ഞാൻ നിലവിളിക്കും. കീർഹേരേസിലെ ജനങ്ങളെക്കുറിച്ച് അവർ വിലപിക്കും. സിബ്മ മുന്തിരിവള്ളിയെ, യേശേരിനെക്കുറിച്ച് കരയുന്നതിലുമധികം ഞാൻ നിന്നെക്കുറിച്ച് കരയും. നിന്റെ വള്ളികൾ കടലിനരികെ കടന്നിരിക്കുന്നു. അവ യാസേർ കടൽ വരെ എത്തിയിരിക്കുന്നു. ശൂന്യമാക്കുന്നവൻ നിന്റെ കനികളിന്മേലും മുന്തിരിക്കൊയ്ത്തിന്മേലും ചാടി വീണിരിക്കുന്നു. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ നിന്ന് വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പ് വിളിയോടെ ആരും ചക്ക് ചവിട്ടുകയില്ല. ആർപ്പില്ലാതെ ആർപ്പുണ്ടാകും താനും. ഹെശ്ബോനിലെ നിലവിളി ഹേതുവാൽ അവർ ഏലയാലവരെയും യഹസ് വരെയും സോവാർ മുതൽ ഹോരോനോയീം വരെയും യഗ്ലത്ത് ശെലീശിയ വരെയും നിലവിളി കൂട്ടുന്നു. നിമ്രീമിലെ ജലാശയങ്ങളും ശൂന്യമായി തീരുമല്ലോ. പൂജാഗിരിയിൽ ബലി കഴിക്കുന്നവനെയും ദേവന്മാർക്ക് ധൂപം കാട്ടുന്നവനെയും ഞാൻ മോവാബിൽ ഇല്ലാതെയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. മോവാബ് സമ്പാദിച്ച സമ്പാദ്യം നശിച്ചുപോയിരിക്കയാൽ അവനെക്കുറിച്ച് എന്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. കീർഹേരേസിലെ ജനങ്ങളെക്കുറിച്ച് എന്റെ ഹൃദയം കുഴൽ പോലെ ധ്വനിക്കുന്നു. എല്ലാ തലയും കഷണ്ടിയായും എല്ലാ താടിയും കത്രിച്ചുമിരിക്കുന്നു. എല്ലാ കൈകളിന്മേലും മുറിവും അരകളിൽ രട്ടും കാണുന്നു. ഇഷ്ടമില്ലാത്ത പാത്രത്തെപ്പോലെ ഞാൻ മോവാബിനെ ഉടച്ചു കളഞ്ഞിരിക്കയാൽ മോവാബിലെ എല്ലാ പുരമുകളിലും അതിന്റെ തെരുക്കളിൽ എല്ലായിടവും വിലാപം എന്ന് യഹോവയുടെ അരുളപ്പാട്. അത് എങ്ങനെ ഉടഞ്ഞുപോയിരിക്കുന്നു! മുറയിടുവിൻ. മോവാബ് എങ്ങനെ ലജ്ജിച്ച് പുറംതിരിഞ്ഞിരിക്കുന്നു! അങ്ങനെ മോവാബ് തന്റെ ചുറ്റുമുള്ളവർക്കൊക്കെയും പരിഹാസത്തിനും സ്തംഭനത്തിനും വിഷയമായി തീരും. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അവൻ കഴുകനെപ്പോലെ പറന്ന് മോവാബിന്മേൽ ചിറക് വിടർക്കും. കിരിയോത്ത് പിടിക്കപ്പെട്ടു, ദുർഗങ്ങൾ കീഴടങ്ങിപ്പോയി. അന്നാളിൽ മോവാബിലെ വീരന്മാരുടെ ഹൃദയം നോവ് കിട്ടിയ സ്ത്രീയുടെ ഹൃദയം പോലെയാകും. യഹോവയുടെ നേരെ വമ്പ് കാണിക്കയാൽ മോവാബ് ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം നശിച്ചുപോകും. മോവാബ് നിവാസിയെ, പേടിയും കുഴിയും കെണിയും നിനക്ക് വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പേടി കഴിഞ്ഞോടുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കെണിയിൽ അകപ്പെടും. ഞാൻ അതിന് മോവാബിന് തന്നെ അവരുടെ സന്ദർശനകാലം വരുത്തും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഓടിപ്പോയവർ ബലമില്ലാതെ ഹെശ്ബോന്റെ നിഴലിൽ നിൽക്കുന്നു. എന്നാൽ ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നടുവിൽ നിന്ന് ജ്വാലയും പുറപ്പെട്ട് മോവാബിന്റെ ചെന്നിയും തുമുലപുത്രന്മാരുടെ നെറുകയും ദഹിപ്പിച്ചു കളയും. മോവാബേ, നിനക്ക് ആ കഷ്ടം! കെമോശിന്റെ ജനം നശിച്ചിരിക്കുന്നു. നിന്റെ പുത്രന്മാരെ ബദ്ധന്മാരായും നിന്റെ പുത്രിമാരെ പ്രവാസത്തിലേക്കും കൊണ്ടുപോയിരുന്നു. എങ്കിലും ഒടുക്കം ഞാൻ മോവാബിന്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രത്തോളമാകുന്നു മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി.